കോതമംഗലത്ത് ബസ് ഡ്രൈവർക്ക് മർദ്ദനം. സർവീസ് സമയത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് മറ്റൊരു ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. സനലിനാണ് മർദ്ദനമേറ്റത്. യാത്രക്കാർ നോക്കി നിൽക്കുകയായിരുന്നു മർദ്ദനം. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആസിഫ് മുഹമ്മദ് ചേരുന്നുണ്ട്. ആസിഫ്, വലിയ രീതിയിലുള്ള മർദ്ദനമാണ് ഡ്രൈവർക്ക് ഏറ്റത്, അതും യാത്രക്കാർ നോക്കി നിൽക്കെ. സ്ഥിരമായി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയാണോ ഇത്? അങ്ങനെ ഈ തർക്കങ്ങളൊക്കെ ഉണ്ടാകാറുള്ളതാണ്. പ്രധാനമായും സ്വകാര്യ ബസ്സുകൾ സർവീസുമായി ബന്ധപ്പെട്ട് ഓവർടേക്കും മറ്റും ചെയ്തു പോകുമ്പോഴും മറ്റും ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകാറുള്ള മേഖലയാണ്. പക്ഷെ ഇന്നത് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കടക്കുകയായിരുന്നു. SMS ബസ്സിലെ ഡ്രൈവർ സനലിനാണ് ക്രൂരമായ മർദ്ദനമേറ്റ്. അലൻ എന്ന് പേരുള്ള ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറും ചേർന്നാണ് ക്രൂരമായി മർദ്ദിച്ചത്. അത് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയ സമയത്ത് തർക്കമുണ്ടാവുകയും അതിന് പിന്നാലെ ബസ്സിലേക്ക് കയറി മർദ്ദിക്കുകയും ചെയ്യുകയായിരുന്നു. ആ സമയത്ത് ബസ്സിൽ നിറയെ യാത്രക്കാരടക്കം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ആദ്യം ഡ്രൈവർ ബസ്സിലേക്ക് കയറുന്നതും പിന്നീട് കണ്ടക്ടർ കൂടി എത്തി ഈ സനലിനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ പോലീസിലടക്കം പരാതി നൽകിയിട്ടുണ്ട്. ഈ ബസ് സർവീസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിൽ സംഘർഷത്തിൽ കലാശിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ചില തർക്കങ്ങളൊക്കെ ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകാറുള്ളതാണ്. സ്വാഭാവികമായും ഈ സ്വകാര്യ ബസ്സുകൾ തമ്മിൽ, അത് ഒരേ റൂട്ടിലോടുന്ന ബസ്സുകൾ തമ്മിൽ അത്തരത്തിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടാകാറുള്ളതാണ്. പക്ഷെ ഇന്ന് ആ തർക്കം വലിയ രീതിയിൽ സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു. എന്തായാലും SMS ബസ്സിലെ ഡ്രൈവർ സനലിനാണ് ക്രൂരമായി മർദ്ദനമേറ്റത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് SMS ബസ് ഉടമ ഇപ്പോൾ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ശരി ആസിഫ്.